നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. അശ്വതി മുതൽ ഉത്രാടം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ നമുക്ക് തിരുവോണം നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 എങ്ങനെ ഉണ്ടാകും എന്നുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് തിരുവോണം നക്ഷത്രക്കാരെ കുറിച്ച് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പൊതുഫലത്തെ ഒന്ന് പറഞ്ഞിട്ട് കൂടുതലായി പ്രതിപാദിക്കാം. ശ്രുതവാൻ വിദേശവാസി ദാതാ സുകളത്ര വിത്ത വിഖ്യാതക അടനഹ ശ്രീമാൻ ധീമാൻ വ്യയഭാരാർത്ഥോ വിഭു ശ്രവണജാതക എന്നാണ്. അതായത് തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ശാസ്ത്രജ്ഞരായും അന്യദേശത്ത് താമസിക്കുന്നവരായും ദാനം ചെയ്യുന്നവരായും സൗന്ദര്യ ഗുണമുള്ള ഭാര്യയോ ഭർത്താവിനെയോ ലഭിക്കുന്നവരായും സമ്പത്തും പ്രസിദ്ധിയുമുള്ളവരായും സഞ്ചാരിയായും ബുദ്ധിയും വിദ്യയും ഉള്ളവരായും അധികമായി ചെലവ് ചെയ്യുന്നവരായും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ പുതുവർഷം കൊല്ലവർഷം 1201 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. തിരുവോണ നക്ഷത്രം മകരക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. വ്യാഴം 6ാം ഭാവത്തിലാണ്. വ്യാഴം പൂർണ്ണമായും അനുകൂല ഭാവത്തിലല്ല. ശനി 3ലും രാഹു 2ലും കേതു 8ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. രാഹു കേതുക്കൾക്കും ശനിക്കും ഈ പുതുവർഷത്തിൽ രാശിമാറ്റമില്ല എന്നുള്ളത് പ്രത്യേകതയാണ്. വ്യാഴം 7ാം ഭാവത്തിലേക്കും ഇടയ്ക്ക് വരുന്നുണ്ട്. മനസ്സിൽ കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന കാര്യത്തിലൊക്കെ അല്പം വിഘ്നം ഭവിച്ചേക്കാനുള്ള സാഹചര്യമുണ്ട്. ഉദ്യോഗാർത്ഥികളായിട്ടുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് പദവിയിലോ എന്തെങ്കിലും തരത്തിലോ കുറവുകളും ഉണ്ടായേക്കാം. അന്യനാട്ടിലേക്കൊക്കെ തൊഴിൽ കാര്യത്തിന് പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വന്തമായിട്ട് വ്യാപാരമൊക്കെ ചെയ്യുന്നവർക്ക് അതിലൊരു പുരോഗതി ലഭിക്കാത്തതിൽ അല്പം മനസ്സിന് പ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലാളികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ സഹകരണം തീരെ കുറഞ്ഞു പോകുന്ന അനുഭവങ്ങളും ഉണ്ടാകാം. പൊതുവെ എല്ലാ രംഗത്തും തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മത്സരം കടുത്തതാകും. എല്ലാം പെട്ടെന്ന് ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥിതിയിൽ നിന്ന് അതൊക്കെ കഠിനമായി നേടിയെടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. നിരന്തര പ്രയത്നവും ഇച്ഛാശക്തിയും ഒന്നുകൊണ്ട് മാത്രമേ തിരുവോണം നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1201 വിജയ കിരീടം ചൂടാൻ സാധിക്കുകയുള്ളൂ. വയോജനങ്ങളുടെയൊക്കെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന വർഷം കൂടിയാണ്. അതേപോലെ തന്നെ ആരോഗ്യപരമായി തിരക്കേടില്ലാത്ത സമയമാണ് എന്നും പറയണം. വിദ്യാർത്ഥികളായിട്ടുള്ള തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് തന്നെ പഠനത്തിൽ അല്പം വൈകല്യമൊക്കെ ഉണ്ടായേക്കാം. കുടുംബജീവിത കാര്യത്തിൽ സംതൃപ്തി ശരാശരിയിലായിരിക്കും എന്ന് തന്നെ പറയണം. പ്രണയിക്കുന്നവര് പിണങ്ങിയും ഇണങ്ങിയും ഒക്കെ കഴിയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. ഫ്ലാറ്റ്, വീട്, ഭൂമി എന്നിവയൊക്കെ വാങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ വിജയിക്കുന്നതാണ്. എന്നാൽ പരിശ്രമം നന്നായി ചെയ്യേണ്ടതായിട്ട് വരും എന്നർത്ഥം. തിരുവോണ നക്ഷത്രം അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അത് തിരുവോണ നക്ഷത്രക്കാരെ കുറിച്ച് സമ്പൂർണ്ണ അറിവ് നൽകും. 2 ഭാഗങ്ങളായിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. കാർഡ് രൂപത്തിൽ എന്റെ സ്ക്രീനിലും ലിങ്ക് നൽകുന്നുണ്ട്. വീഡിയോ കാണുക. അടുത്ത ദിവസം നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.